ഹേയ് ഗായ്സ്, നമുക്കിന്ന് രണ്ട് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനുണ്ട്. ഇത് വേറെ നല്ല ബ്രായാണ്. അപ്പോൾ ഏതാനും കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ പുറത്തേക്കൊക്കെ അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ സീംലെസ് ബ്രാ അല്ലെങ്കിൽ ടീഷർട്ട് ബ്രാ എന്നൊക്കെ പറയണത് അല്ലെങ്കിൽ ലൈറ്റ്ലി പാഡഡ് ബ്രാസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതെനിക്കൊന്ന് രണ്ടെണ്ണം പുതിയത് മേടിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഉള്ളതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, അതായത് സ്ട്രാപ്പ് മാത്രം, ഷോൾഡർ സ്ട്രാപ്പ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ബാക്കിലെ സ്ട്രാപ്പും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസ്പാരൻറ്റ് സ്ട്രാപ്പ് നമുക്ക് ഇടാമല്ലോ എന്ന് കരുതിയിട്ട് ചില ബ്ലൗസസ് ഇടുമ്പോൾ ബാക്കിലിങ്ങനെ നോട്ടൊക്കെ വരുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ സ്ട്രാപ്പ് കാണാമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പാരൻറ്റിൻ്റെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റും. ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബ്രായാണ്. ഇത് നല്ല അടിപൊളിയാണ്. ഇങ്ങനത്തെ ടൈപ്പ് ബ്രാ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവർക്ക് മനസ്സിലാവും. ഇത് ഭയങ്കര കാണുമ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ ഭയങ്കര ലൈറ്റ്ലി പാഡഡ് ആണ്. ഇത് അടിപൊളിയാണ്. ഇങ്ങനത്തെ ടൈപ്പ് ബ്രാ ഇടാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സാഗി ആയിട്ടുള്ള ആൾക്കാർക്ക്, പിന്നെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മോംസിനൊക്കെ മനസ്സിലാവുമായിരിക്കും. ആ ഒരു എന്താ പറയുക, ഒരു കംഫർട്ടാണ് ഇത് ഇങ്ങനത്തെ ടൈപ്പ് ബ്രാ യൂസ് ചെയ്യുമ്പോൾ. ഇത് വന്നിട്ട് ഇതേ ഷോൾഡർ സ്ട്രാപ്പും ഇതൊക്കെ നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് നമുക്കിങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ കപ്പിൻ്റെ ഭാഗത്തുള്ള വയേർഡായിട്ടുള്ള ഭാഗമൊന്നും അത്രയ്ക്ക് ഭയങ്കര സ്ട്രോങ് വയേർഡൊന്നുമല്ല. ഇച്ചിരി സോഫ്റ്റായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ്. നമുക്കങ്ങനെ വേദന ഒന്നും എടുക്കില്ല ആ താഴത്തെ പോർഷൻ വന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ അടിപൊളിയായിരുന്നു. ഇനി ഒരെണ്ണം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരു 500 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഈ ഒരു രണ്ട് ബ്രായുടെയും റേറ്റ് വരുന്നത്. ഈ ടൈപ്പ് ബ്രാ ഞാൻ ഫസ്റ്റ് മേടിക്കുന്നത് ഷൈയവേന്നാണ്. ഷൈയവേന്ന് മേടിച്ചതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രാപ്പ് കയറ്റിയിടുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വരും. ആ ഒരു സീൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഞാൻ ജൂഡിയോട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ എനിക്കൊരു ധാരണയായി ഇത്തരം ബ്രാസിൻ്റെ ഒക്കെ. പിന്നെ ഈയിടെയായി ഞാൻ ഡ്രസ്സ് പോലെ തന്നെ ഇന്നവേഴ്സിലും കുറച്ച് ഒബ്സസ്ഡ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് രണ്ടാമത്തെ സാധനം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പ് നെക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് കണ്ടോ കുറച്ചും കൂടി താഴേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മറ്റേതിനെ പോലെ മറ്റേത് കുറച്ചും കൂടി ഫുൾ കവറേജ്. ഇതിൻ്റെ കപ്പിൻ്റെ അടിയിലുള്ള വയേർഡായിട്ടുള്ള ഭാഗം കഴിഞ്ഞിട്ടും കുറച്ചധികം മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലും അത്യാവശ്യം നല്ല കവറിങ് തരുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ഇങ്ങനെ സ്റ്റിക്കായി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. കണ്ടില്ല, രണ്ടും നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത്തരം ടീഷർട്ട് സീംലെസ് ബ്രാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് മറ്റുള്ള സൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഗുഡ് ക്വാളിറ്റി ടു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.